റിനൈസൻസ് ആർട്ടിനെ പറ്റിയാണ് നോക്കണം. മിഡീവൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ്ങും റിനൈസൻസ് കാലഘട്ടത്തിലുണ്ടായ ഒരു പെയിൻറ്റിങ്ങാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, രണ്ട് പെയിൻറ്റിങ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുമാതിരി കൊച്ചു പിള്ളേർ വരച്ചു വയ്ക്കുന്ന പോലെയാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, വരച്ചു വെച്ചേക്കുന്നത് അല്ലെ. മനുഷ്യൻ്റെ മുഖത്തിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. മാത്രമല്ല ഇവിടെ കുറേ ദേവതകളും ഈ പറയുന്ന എന്താണ് ഇപ്പോൾ യേശു ക്രിസ്തുവും അല്ലേ, ഇത് യേശു ക്രിസ്തുവും അമ്മയും ഇരിക്കുന്ന പിക്ചറാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ പറയുന്ന മിഡീവൽ കാലഘട്ടത്തിനകത്ത് അതിൻ്റെ കൂടെ ആവശ്യമില്ലാതെ കുറേ മാലാഖമാരെയും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യരുടെ മുഖത്തിന്, അതായത് ദൈവപുത്രനാണല്ലോ യേശു ക്രിസ്തു, അപ്പോൾ മനുഷ്യരുടെ മുഖത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് റിനൈസൻസിലോട്ട് വന്നപ്പോൾ കണ്ടോ, ഇവിടെ മനുഷ്യനാണ് ഇമ്പോർട്ടൻസ്. ഈ പടം നോക്കിയാൽ നമുക്ക് കണ്ടോ മനുഷ്യരുടെ മുഖം വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പറയുന്ന റിനൈസൻസ് ആർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പോയിന്റ് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. നോക്കി എന്താണ് പെയിൻറ്റിങ്ങിൽ വന്നത്. ഹ്യൂമനിസ്റ്റ് ഐഡിയാസ് വെയർ റിഫ്ലക്റ്റഡ് പ്രൊഫൗണ്ട്ലി വിത്ത് ദ റിനൈസൻസ് പെയിൻറ്റിങ്. റിനൈസൻസ് പെയിൻറ്റിങ്ങിലും എന്ത് ചെയ്തു, ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. മനസ്സിലാവുമല്ലോ. പെയിൻറ്റേഴ്സ് എന്ത് ചെയ്തു, പെയിൻറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഓക്കെ, പെയിൻറ്റേഴ്സ് ഓഫ് ദ ടൈം presented human forms with remarkable accuracy, clarity and meticulous attention to the details in their work. കണ്ടോ, ഇതാണ് റിനൈസൻസ് പെയിൻറ്റിങ്. ഇതിലെന്താ പറ്റിയത്, മനുഷ്യരുടെ രൂപങ്ങൾ ആക്യുറേറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസിനും, അതായത് മനുഷ്യൻ്റെ മുഖത്ത് ഓരോ എക്സ്പ്രഷൻസിന് പോലും വ്യക്തമായി അവർ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. The knowledge they had acquired about human anatomy facilitated this artistic achievement. അതായത് പണ്ടത്തെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസിനകത്തുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കി മനുഷ്യരുടെ അനാറ്റമിയെ പറ്റിയിട്ടും ഒക്കെ അറിവ് നേടിയിട്ടുള്ളവരായിരുന്നു അന്നത്തെ പെയിൻറ്റേഴ്സ്. ആ അറിവ് ഉപയോഗിച്ച് അവർ മനുഷ്യരെ ഇന്ന് കാണുന്ന പോലെ വൃത്തിക്കും മെനയ്ക്കും വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ മിഡീവൽ കാലഘട്ടത്തിൽ നമുക്കറിയാം ആ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ് ആയിരുന്നില്ല നിന്നിരുന്നത്. പെയിൻറ്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. കണ്ടോ, അവരെന്താണ്, അവർ നിരീശ്വര, ഈ പറയുന്ന റാഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിരീശ്വരവാദം. അതായത് ദൈവങ്ങളുടെ ഈ പറയുന്ന ഇമ്പോർട്ടൻസ്, ഈ പറയുന്ന ഇവിടെ നോക്കി കുറേ മാലാഖമാരെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മനുഷ്യനെ മാത്രമായിട്ട് വരച്ചേക്കുന്നു അല്ലേ. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ളത് മനുഷ്യരല്ലേ, അപ്പോൾ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരെ എന്ന രീതിക്ക് ചിന്തിച്ചു. അവർ മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ചിത്രങ്ങളിലും കലകളിലും ഉണ്ടായിരുന്ന ദൈവികമായിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മനുഷ്യനും മുഖവും ചിത്രകലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻസ് ടു ദ വാല്യൂസ് ഓഫ് ദ വേൾഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം. ആർട്ട് വർക്ക് ബിക്കം ഇൻക്രീസിംഗ്ലി പ്രിസൈസ് ആൻഡ് റിയലിസ്റ്റിക്. ആർട്ട് വർക്ക് എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് മാറി. ഇത്തരം പോയിന്റ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. വെറുതെ നിങ്ങൾ ഈ പറയുന്ന മൊത്തം വായിച്ചതൊന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ തന്നെ ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് തീരത്തില്ല. ഇതെങ്ങനെ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇത്രയും പോയിന്റുകൾ, അതായത് പെയിൻറ്റിങ്ങിനകത്ത് നിങ്ങൾ ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. എന്താണ് ഫസ്റ്റ് പോയിന്റ്, റിനൈസൻസ് പെയിൻറ്റിങ്ങിൽ ഹ്യൂമനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടിരുന്നു. ഒറ്റ പോയിന്റ് എഴുതാമല്ലോ. അവർ എന്ത് കൊടുത്തു, ദേ ഗീവ് റിമാർക്കബിൾ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആർട്ട് വർക്കുകൾ നമ്മൾ എടുക്കുന്നതിനകത്ത് ആക്യുറസിക്കും ക്ലാരിറ്റിയും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യൻ്റെ ഓരോ ഡീറ്റെയിൽസും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി വരച്ചിരുന്നു. അവർ റാഷണലിസം, അതായത് നിരീശ്വരവാദം, അതായത് ഈ ദൈവത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മാലാഖമാരെയൊക്കെ മാറ്റിയിട്ട് മനുഷ്യൻ്റെ ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. റിയലിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ വരച്ചു. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ലാൻഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ നാടും ആ നാട്ടിൽ കാണുന്ന ആ കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇല്ലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് അല്ലേ. ഇവിടുത്തെ ഈ പറയുന്ന പിക്ചർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ഫോട്ടോ കാണുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ, റിയലിസ്റ്റിക് ആയിട്ട് വരച്ചു വെച്ചു. ഇവിടെ ആണെങ്കിലോ പ്ലെയിൻ ആയിട്ട് അല്ലെ, ഒരു 3D എഫക്റ്റ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. പ്രകാശം വരുന്ന ആ ഒരു രീതി, ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കറക്റ്റ് ഈ ഭാഗത്ത് എവിടെയോ ലൈറ്റ് ഇരിക്കുന്നു, ആ ലൈറ്റ് ഇവരുടെ മുഖത്ത് വീഴുന്നു, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് കുട്ടി വരച്ചു വയ്ക്കുന്ന പോലെയാണ് പണ്ടത്തെ ആർട്ട് ആയിരുന്നതെങ്കിൽ ഈ പറയുന്ന കാലത്ത് റിനൈസൻസ് വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തു. അതായത് ലാൻഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. കണ്ടോ, ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രം കണ്ടോ, ഇവിടെ യേശു ക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഡിസേബിൾസ് ഇരിക്കുന്നു, ഈ പറയുന്ന നാടും അവിടുത്തെ കാര്യങ്ങളും മലയും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദ യൂസ് ഓഫ് കളേഴ്സ് ടു ഇല്ലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത് അല്ലേ. ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു 2D എന്നുള്ളത് മാറി ഒരു 3D വ്യൂ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി അല്ലെ, മനുഷ്യൻ്റെ ശരീരമൊക്കെ ആ ഒരു രീതിക്ക് തന്നെ അവർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ചു. പോർട്രേറ്റുകൾ കണ്ടോ, ആൾക്കാരുടെ പോർട്രേറ്റുകൾ അവർ വരച്ചു. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലിസ്റ്റിക് ഹ്യൂമൻ ഫോംസ് അല്ലെ. യേശു ക്രിസ്തുവും മാലാഖമാരും ഡിസേബിൾസും ഒക്കെ എന്ത് ചെയ്തു, അവരുടേതായ മനുഷ്യരായിരുന്നു അവരെന്ന രീതിക്ക് മനുഷ്യൻ്റെ രൂപം കൊടുത്ത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. ഇതാണെന്ത് റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ബോറടിക്കും, എനിക്കറിയാം, മനസ്സിലാവും, പക്ഷേ വേറെ വഴിയില്ല. ഇതിങ്ങനെ അല്ലാതെ പറയാൻ വേറെ വഴി എനിക്കറിയില്ല. ഇനി വരുന്നതാണ് ഒരു ഇമ്പോർട്ടൻസ്.
ഇമ്പോർട്ടൻ്റ് കാര്യം മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗം എത്തിയിരിക്കുകയാണ്. പെയിൻറ്റേഴ്സും അവരുടെ വർക്കും. ഈ പറയുന്ന റിനൈസൻസ് ആർട്ട് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പെയിൻറ്റേഴ്സും അവരുടെ ഇമ്പോർട്ടൻ്റ് വർക്കുകളും ദാ ഇവിടെ ഇങ്ങനെ പലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ഓർഡറാക്കി ഒരു ടേബിളിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കോഡ് പോലെ അല്ലെങ്കിൽ ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അപ്പം നോക്കാം പെയിൻറ്റേഴ്സും അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ഫസ്റ്റ് വരുന്നതാണ് ജിയോവാനി ബെല്ലിനി. ഉച്ചാരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റാലിയൻ ഭാഷയല്ലേ, നമുക്കത്ര വശമില്ലല്ലോ. ജിയോവാനി ബെല്ലിനിയുടെ ഒരു ചിത്രമാണ് എഗണി ഇൻ ദ ഗാർഡൻ. നമ്മളിത് നേരത്തെ കണ്ടില്ലേ. സോറി, ചെറിയ ജലദോഷമുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ആക്കുന്നത്. നോക്കിയോ, ഇവിടെ കണ്ട ഈ ചിത്രത്തിൻ്റെ പേരാണ് ജിയോവാനി ബെല്ലിനിയുടെ എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നത്. എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ചിത്രത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു, ഏതോ ഒരു മലയുടെ പേരുണ്ടല്ലോ, മൗണ്ട് ഓഫ് ഒലീവ്സിലെന്ന് പ്രാർത്ഥിക്കുന്നു, ഡിസേബിൾസ് ഇരിക്കുന്നു, ഈ പറയുന്ന റോമൻ സോൾജേഴ്സ് അവരെന്ത് ചെയ്യുന്നു, പിടിക്കാനായിട്ടിരിക്കുന്ന ആ കാര്യമൊക്കെ വരച്ച് വെച്ചേക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് വന്നാൽ ഓർത്ത് വയ്ക്കുക. ജിയോവാനിയുടെ ജിയും ഗാർഡനും ഓർത്ത് വയ്ക്കുക. അഗണി ഇൻ ദ ഗാർഡൻ വരച്ചത് ജിയോവാനിയുടെ ഗാർഡൻ ജി എന്ന് ഓർത്ത് വയ്ക്കുക. എന്തുവാണ്? ജി. ഇപ്പം നിങ്ങൾക്ക് ചിരിയൊക്കെ തോന്നുമെങ്കിൽ ഉറപ്പാണ് നോക്കി വെച്ചോ, പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ് വന്നാൽ നിങ്ങൾ എന്നെ ഓർക്കും. ജിയോവാനി ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ. അഗണിയും ഗാർഡനും ജിയോവാനിയും ബെല്ലിനിയും ഒന്നും ഓർമ്മയില്ലെങ്കിലും ജി വന്നാൽ ജി ആണെന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ജി, അവസാനത്തെ ജി. ആദ്യത്തെ വാക്കിൽ ജി, അവസാനത്തെ വാക്കിൽ ജി. ജിയോവാനി ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ. അടുത്ത് പിയറോ ഡെല്ല ഫ്രാൻസിസ്ക. പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഉച്ചരിക്കാനും പറ്റുന്നില്ല, വായിക്കാനും പറ്റുന്നില്ല. പിയറോ ഡെല്ല ഫ്രാൻസിസ്ക, പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പേരോ. അപ്പോൾ ഇവൻ്റെ പടവും അതുപോലെ തന്നെ ആയിരിക്കും. സോറി, ഇവനെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡി മോണ്ടെഫെൽട്രോ. നല്ല പേരല്ലേ. അപ്പോൾ ഇത് തന്നെ കോഡ് ഇത് തന്നെ. വായിക്കാൻ പറ്റാത്ത പേരുള്ള പെയിൻറ്റർ വായിക്കാൻ പറ്റാത്ത പേരുള്ളൊരു പെയിൻറ്റിങ് വരച്ചു. പിന്നെ വരച്ച മറ്റൊരു പെയിൻറ്റിംഗ് ആണ് ബാറ്റിസ്റ്റ ഫോഴ്സ. അപ്പോൾ നോക്കിയോ, രണ്ടാമത്തെ കോഡ് എന്താണ്? പിയറോ ഡെല്ല ഫ്രാൻസിസ്ക ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡി മോണ്ടെഫെൽട്രോ. ഓർത്ത് വെച്ചാൽ മതി. വായിക്കാൻ പറ്റാത്ത പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. ആ പറയുന്ന ആളുടെ പെയിൻറ്റിങ്ങും വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബാറ്റിസ്റ്റ എന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും പേരിടും. എനിക്ക് ആകെ അറിയാമെന്നുള്ളൊരു ബാറ്റിസ്റ്റ് പണ്ട് റെസ്ലിങ്ങിലുണ്ടായിരുന്നൊരു ബാറ്റിസ്റ്റയാണ്. റെസ്ലിംഗ് അറിയാമല്ലോ, WWE. ഇപ്പം നിങ്ങളൊക്കെ കാണുമെന്ന് അറിയില്ല. ശരി, ഇനി വരുന്നതാണ് ലിയനാർഡോ ഡാവിഞ്ചിയെ ഓർത്ത് വയ്ക്കുക എളുപ്പമാണ്. നോക്കുക, ലിയനാർഡോ ഡാവിഞ്ചിയിൽ ഒരു എല്ലുണ്ട്. ലാസ്റ്റ് സപ്പറും മോണോലിസയും. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് വെച്ചാൽ എല്ല്, ലൂസിഫറിലെ എല്ല് പോലെ എല്ല്. ലിയനാർഡോ ഡാവിഞ്ചിക്ക് ലാസ്റ്റ് സപ്പറും മോണോലിസയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ദ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ഈ എല്ലുമായിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാലോ എന്ന് ചോദിക്കും. അതിനൊരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയോ, ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഒരു എല്ലുണ്ട്. കണ്ടോ, ജിയോവാനി ബെല്ലിനിക്ക് എഗണി ഓഫ് ദ ഗാർഡൻ ഓർത്ത് വെച്ചാൽ, പിയറോ ഡെല്ല ഫ്രാൻസിസ്കയ്ക്ക് വായിക്കൊള്ളാത്ത പേരെന്ന് ഓർത്ത് വെച്ചാൽ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ എല്ല് അല്ലെ, ലൂസിഫറിൻ്റെ പോലെ എല്ല്. ദ ലാസ്റ്റ് സപ്പർ മോണോലിസ. അപ്പോൾ വരുന്ന സംശയം ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ആലോചിച്ചാൽ മതി, മൈക്കൽ ആഞ്ചലോടെയാണ് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. കണ്ടോ, മൈക്കൽ ആഞ്ചലോ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ജാ എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. മൈക്കൽ ആഞ്ചലോയുടേതാണ് എന്ത്, ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ജെലോയുടേതാണെന്ന് ഓർത്ത് വയ്ക്കുക. സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കില്ല്. അല്ലാതെ ഇത് പ്രധാനമായിട്ട് ചോദിക്കുന്ന മാച്ച് ദ ഫോളോയിങ് പോലത്തെ ഭാഗങ്ങളായിരിക്കും. ഇനി അല്ലാതെ പേര് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടകാലം എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു രീതിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടേതാണ് എന്ത്, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. മൈക്കൽ ആഞ്ചലോയ്ക്ക് വേറൊരു വർക്കും കൂടിയുണ്ട്. സിസ്റ്റീൻ ചാപ്പൽ എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഈ ക്രിസ്ത്യൻ പള്ളിയുടെ റൂഫിൽ, അതിൻ്റെ പടം ഇവിടെ ഇല്ല. ഓക്കെ, ക്രിസ്ത്യൻ പള്ളിയുടെ റൂഫിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രം, ആ പള്ളിയുടെ ഫോട്ടോ ഇവിടെ ഇല്ല. ഓക്കെ, ആ പള്ളിയുടെ റൂഫുണ്ടല്ലോ, റൂഫിലായിട്ട് എന്ത് ചെയ്തു, വരച്ചു വെച്ചേക്കുന്നതാണ്. ഏത് പള്ളി? സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറയുന്ന വത്തിക്കാനിലുള്ള സിസ്റ്റീൻ ചാപ്പൽ എന്ന പള്ളിയിൽ ഈ പറയുന്ന പെയിൻറ്റിങ് വരച്ചത് ആരാണ്? മൈക്കൽ ആഞ്ചലോ ആണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ, ജിയോവാനി ബെല്ലിനിയുടെ അതിനകത്തൊരു ജി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ജിയോവാനി ബെല്ലിനിയുടെ എന്താണ്? ജിയോവാനിയുടെ ഗാർഡൻ, ജി.
പിയറോ ഡി ഫ്രാൻസിസ്കോയുടെ വായിക്കൊള്ളാത്ത ഡിപ്റ്റിക്കോ ഫ്രാൻസിസ്കോ ഡി മൊണ്ടെഫെറോ ആൻഡ് ബാറ്റിസ്റ്റ സ്ഫോർസ വായിക്കൊള്ളുന്നില്ല എന്ന് ഓർത്താൽ മതി. പിന്നെ വരുന്നത് എല്ല് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും മോണോലിസയും. മൈക്കലാഞ്ചെലോ അല്ലെ ജി മൈക്കലാഞ്ചെലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും പിന്നെ എന്താണ് സിസ്റ്റിംഗ് ചാപ്പലിനകത്തുള്ള പടവും. ബാക്കി ഇത്രയും പേരുടെ പേര് മാത്രം പഠിച്ചാൽ മതി. റാഫേൽ എന്ന് പറയുന്നതുണ്ട്, ടൈറ്റൻ ഉണ്ട്, ജിയോട്ടോ ഉണ്ട്, മസാച്ചിയോ ഉണ്ട്. അപ്പോൾ നോക്കിയോ, റാഫേൽ എന്ന് പറയുന്നത് ഒരു ചിത്രകാരനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി പോർട്രേഡ് ഹ്യൂമൻ ആസ് വൈസ്, മോഡറേറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ്. മനുഷ്യരെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരും മിതവാദികളും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വിലയൊക്കെ ഉള്ള ആൾക്കാരായിട്ട് പോർട്രേറ്റ് ചെയ്ത വ്യക്തിയാണ് റാഫേൽ. അദ്ദേഹത്തിന് ചിത്രത്തിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ട് പറയുന്നില്ല. ടൈറ്റൻ ഒരു ചിത്രകാരനായിരുന്നു, അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജിയോട്ടോ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗ്രീക്കോ റോമൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പറയുന്ന സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ജിയോട്ടോ ആണ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രീക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡൻറ്റ് ഇൻ ജിയോട്ടോസ് വർക്ക്. ജിയോട്ടോയുടെ ഇമ്പോർട്ടൻസ് അതാണ്. ആദ്യമായിട്ട് തുടങ്ങി വയ്ക്കുന്ന ജിയോട്ടോ എന്ന് പറയുന്ന ആളാണ്. മസാച്ചിയോ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ എന്തായിരുന്നു? 3D ആയിരുന്നു. അല്ലേ? സർഫസിൽ നിന്ന് ഈ പറയുന്ന പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ 3D പിക്ചേഴ്സ് വരച്ച ഒരു കലാകാരനായിരുന്നു മസാച്ചിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ഇത് നിർത്തുന്നു, ഇനി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ബെലിനിയുടെ ഗാർഡൻ ജിയോ വാൻ ബെലിനിയുടെ ഗാർഡൻ. അപ്പോൾ ജിയുടെ തിരുവനന്തപുരത്ത് ഒരു ബേക്കറി ഉണ്ട്, ജി ബേക്കറി. അപ്പോൾ ജിയോവാനി ബെലിനിയുടെ ഗാർഡൻ, അഗൈൻ ദ ഗാർഡൻ. പിയറോ ഡെല്ല ഫ്രാൻസിസിൻ്റെ ഡിപ്റ്റിക്കോ ഫെഡറിക്കോ ഡി മൊണ്ടെഫെറോ ആൻഡ് ബാറ്റിസ്റ്റ സ്ഫോർസ വായിക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്താൽ മതി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും മോണോലിസയും. മൈക്കലാഞ്ചെലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും പള്ളിയുടെ റൂഫും. റാഫേൽ മനുഷ്യനും കുറച്ച് വിലയുള്ളവനായിട്ട് വരച്ചു വെച്ചു. ജിയോട്ടോയ്ക്കാണ് ഗ്രീക്കോ റോമൻ വർക്ക് ആദ്യമായി കണ്ടത്. മസാച്ചിയോ എന്ത് ചെയ്തു? 3D പടങ്ങൾ വരച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ചോദിക്കാം, റിനൈസൻസ് ആർട്ടിൻ്റെയും മിഡിൽ ഏജ് പെയിൻറ്റിങ്ങിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മനസ്സിലാക്കുക. മിഡിൽ ഏജ് പെയിൻറ്റിങ്ങുകൾക്ക് പ്രധാനമായിട്ടും സ്പിരിച്വലും റിലീജിയസുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏഞ്ചൽസിനും ഹെവൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഈ പറയുന്ന റിനൈസൻസ് ആർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? റിലീജിയസ് ആൻഡ് സെക്കുലർ, അല്ലേ? ഈ പറയുന്ന റിലീജിയസ് ആയിരുന്നു, പക്ഷേ അവിടെ എന്താണ് കൂടുതൽ സെക്കുലർ ആയിട്ടായിരുന്നു, ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഇമോഷൻസ്. ഹ്യൂമൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഫ്ലാറ്റും സിംബോളിക്കും അൺറിയലിസ്റ്റിക്കും ആയിരുന്നു മിഡിൽ ഏജിലാണെങ്കിൽ, റിയലിസ്റ്റിക്കും അനാറ്റമിക്കലി ആക്യുറേറ്റും ഇമോഷണലി എക്സ്പ്രസീവുമായിരുന്നു റിനൈസൻസ് കാലത്ത്. ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കളറുകളാണ് ഉപയോഗിച്ചിരുന്നത്, ഡെപ്ത് ഇല്ലായിരുന്നു. ടെമ്പറ പെയിൻറ്റിങ്, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ട് പെയിൻറ്റിങ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നാച്ചുറൽ കളേഴ്സും യൂസ് ഓഫ് ലൈറ്റ് ആൻഡ് ഷാഡോസും ഓയിൽ പെയിൻറ്റിങ്ങും നല്ല പെർസ്പെക്റ്റീവിലും ഒക്കെയാണ് എന്ത് വരച്ചത്? റിനൈസൻസ് കാലത്ത് വരച്ചത്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ഒക്കെ കുറവായിരുന്നു. ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ഗ്രീക്കോ റോമൻ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത രീതിയായിരുന്നു റിനൈസൻസ് കാലത്തുണ്ടായിരുന്നത്. നോട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പേരുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റാഫേലും ടൈറ്റനും ഗ്യോട്ടോയും മാസാച്ചിയോയും ഒക്കെ ആയിരുന്നു റിനൈസൻസ് കാലത്തെ പെയിൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്.